കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഉടനെ ഉണ്ടാവോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അല്ല, ഇത്രാം വയസ്സിൽ കല്യാണം കഴിക്കണം ഇല്ല, അങ്ങനെ ഒരു തീരുമാനം എനിക്കില്ല. ഒരു പെൺകുട്ടിയെ പരിചയപ്പെടണം, ഇഷ്ടപ്പെടണം, ഒരു സുഹൃത്ബന്ധം ഉണ്ടാവണം ആദ്യം. ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഏറ്റവും നല്ല സുഹൃത്തിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഒരു ഭാര്യ സുന്ദരിയായിരുന്നാൽ മാത്രം പോരാ, മറ്റു ചില യോഗ്യത കൂടി വേണമെന്നൊക്കെ പൃഥ്വി പറഞ്ഞത് കേട്ടു. അതായത് കുറച്ച് സെൻസിബിൾ ആകണമെന്നാണോ ഉദ്ദേശിച്ചത്? അതോ അത് അങ്ങനെ തന്നെയാണ്. ഈ രാക്ഷസിയായിരിക്കണം എന്നാണോ? രാക്ഷസി എന്നല്ലേ ഉദ്ദേശിച്ചത്. അതായത് അത്യാവശ്യമൊക്കെ ഒരു സെൻസിബിൾ ആൻഡ് ഇന്റലിജന്റ് ആയിരുന്നു. വെച്ചാൽ ഞാൻ പറഞ്ഞ എന്ത് ചോദ്യം ചോദിച്ചാലും ഉടനെ എൻസൈക്ലോപ്പീഡിയ പോലെ ഉത്തരം പറയണം എന്നല്ല. ഈ അത്യാവശ്യം ഒരു ഡേ ടു ഡേ കോമൺ സെൻസ്, ഒരു ഇന്റലിജൻസ്, സെൽഫ് റെസ്പെക്ട്, സാമൂഹ്യ ബോധമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം. പെൺപിള്ളേരെ സഹിക്കാൻ പാടാണോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. പൃഥ്വി എങ്ങനെയാ പൊതുവെ ഈ സുഹൃത്തുക്കൾ എങ്ങനെയാ, പുരുഷനായാലും സ്ത്രീ ആയാലും ഈ പൃഥ്വിയുടെ ഒരു ബുദ്ധിവൈഭവത്തിനൊക്കെ ചേരുന്ന മോറോലെസ് എൻ്റെ ഒരു ഇന്റലക്ച്വൽ റീപോസിബിലിറ്റിക്ക് അനുയോജ്യമായ ആൾക്കാരാണ് കൂടുതലും എനിക്കറിയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലി കഴിഞ്ഞ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നമുക്ക് വീട്ടുകാര്യങ്ങളും വാങ്ങിച്ച പച്ചക്കറിയുടെ ലിസ്റ്റുമല്ലാതെ സംസാരിക്കാൻ എന്തെങ്കിലും വിഷയങ്ങൾ നമുക്ക് പരസ്പരം ഉണ്ടാവണം. എന്തെങ്കിലും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി ആ പെൺകുട്ടിക്ക് സംസാരിക്കാനും ആ പെൺകുട്ടിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി എനിക്ക് സംസാരിക്കാനും കഴിയണം. അങ്ങനെ ഒരു പാർട്ണർ. അങ്ങനെ ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് പൃഥ്വിക്ക് ആരെങ്കിലും കണ്ടെത്താൻ പറ്റിയോ? ഇല്ല, പറ്റിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാവില്ല അങ്ങനെയാണെങ്കിൽ മിക്കവാറും. അല്ലെ, പൃഥ്വി ഇത് പറഞ്ഞതിന് ശേഷം ഈ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ട്, പൃഥ്വി എന്തോ പുറത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമല്ലോ ഉള്ളൂ? ഒരാവശ്യമില്ല. എനിക്ക് കല്യാണം കഴിയുന്നത് കൊണ്ട് പക്വത കൂടും വല്ല ചിന്ത വല്ലതും ഉള്ളൂ? ഇതിലും കൂടുതൽ പക്വത വന്നാൽ കുഴപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പൃഥ്വിക്ക് പക്വത വിചാരിച്ചതിലും കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. ചില ആരോപണങ്ങളൊക്കെ പൃഥ്വിയെക്കുറിച്ച് വന്നു, ഒരുപാട് ആരോപണം വന്നതിന്റെ കൂട്ടത്തിൽ ഇത് വന്നു. അതെ, അതെന്നെ പറ്റി ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോൾ, ഈ പ്രായത്തിൽ കവിഞ്ഞ പക്വത എന്ന് പറയുമ്പോൾ ഓരോ പ്രായത്തിൽ ഇത്ര പക്വത ആരാ തീരുമാനിക്കുന്നത്? അങ്ങനെ ഒരു മാനദണ്ഡമൊന്നും ഇല്ലല്ലോ. അത് ഓരോ ഇപ്പം ഞാൻ വളർന്ന ചുറ്റുപാടുകൾ, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, എനിക്ക് സമ്പർക്കം പുലർത്താൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തികൾ, ഇവരിലൂടെ എല്ലാം ഞാൻ യാർജിച്ച ഒരു അറിവും ഒരു പക്വതയുമാണ് എന്നിലുള്ളത്. അപ്പോൾ അത് ഇന്ന പ്രായത്തിൽ ഇത്ര പക്വത നമുക്ക് ആർക്കും പറയാനൊന്നും പറ്റില്ല. അതൊരു നമ്മൾ ഈ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം പൃഥ്വി മനസ്സിൽ വിചാരിച്ച യോഗ്യതയുള്ള പെൺകുട്ടികളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും. പൃഥ്വി ഒരു അംഗത്തിന് തയ്യാറെടുക്കുന്നോ? തീർച്ചയായിട്ടും പ്രതികരിക്കും, എല്ലാവരും പ്രതികരിക്കും. വരട്ടെ അല്ലേ? ആപ്ലിക്കേഷൻ നമ്മൾ ക്ഷണിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനിനി വേറൊരു കാര്യം ചോദിട്ടെ പൃഥ്വി, നമ്മുടെ മലയാള സിനിമയിൽ ഈ ഫാൻസുകളെ എപ്പോൾ ആക്രമിച്ച ഒരാളാണ് നടൻ ശ്രീനിവാസൻ. പലപ്പോഴും മലയാള സിനിമ ശ്രദ്ധിക്കുന്ന ഒരാളിന് വളരെ ബുദ്ധിപരമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം വളരെ അടിക്കുമ്പോൾ വളരെ നിശ്ചിതമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയാറുണ്ട്. വളരെ ഇപ്പോൾ പൃഥ്വിക്കുള്ള ഒരു വ്യക്തതയുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫാൻസുകളെ പൃഥ്വിയും വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേ പറഞ്ഞൊരു ഇതൊരു ഗുണ്ടാ സംഘമാണ്, കൊള്ള സംഘമാണെന്നാണ് പറഞ്ഞത് ശ്രീനിവാസൻ. ഇതിനൊന്നും വളർത്തേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ പേരിലുള്ള ഫാൻസ് അസോസിയേഷനെ പറ്റി മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി ഞാൻ പറയാം. ഞാൻ എൻ്റെ രണ്ടാമത് റിലീസായ സിനിമ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന AK സന്തോഷ് സംവിധാനം ചെയ്ത സിനിമ, ഞാനൊരു തിരുവനന്തപുരം SL കോംപ്ലക്സിൽ ആ സിനിമ കാണാൻ എൻ്റെ അമ്മയും ഞാനും ചേട്ടനും ഒരുമിച്ച് അന്ന് തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ തിയേറ്ററിൽ ഞാനാണ് കാണുന്ന ഒരു ഫ്ലക്സ്, പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സിനിമ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ എന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, നമ്മളാണ് ഇത്. ഞാൻ വാദിച്ചു, വലിയ സന്തോഷം നിങ്ങളിങ്ങനെ. അപ്പം ഞാൻ ഭയങ്കര ഫ്ലാറ്റേഡ് ആയിപ്പോയി. ഞാൻ ഒരു സിനിമ അഭിനയിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ എൻ്റെ പേർക്ക് ഇങ്ങനെ ഒരു ബാനർ. അന്ന് അവിടെ വെച്ച് തുടങ്ങിയ ബന്ധമാണ്. ഇന്നിതിൻ്റെ പ്രധാന ആൾക്കാർ എന്ന് പറയുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവരൊക്കെ ശരിക്കും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ വീട്ടിലൊന്നും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. ഈ തിയേറ്ററിൽ എൻ്റെ സിനിമകൾ റിലീസാവുമ്പോൾ ഫസ്റ്റ് ഡേ കാണുന്ന ബഹളം, കയ്യടി, ആർപ്പുവിളി, ബാനർ കെട്ടൽ, തോരണം കെട്ടൽ, ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ട് പ്രേക്ഷകന് മുന്നിലും സമൂഹത്തിന് മുന്നിലും എത്തുന്ന ഒരു ഫാൻസ് അസോസിയേഷൻ്റെ മുഖം. പക്ഷേ നമുക്ക് തീർത്തും നിഷേധിക്കാൻ കഴിയില്ല, ഇവർ ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ എല്ലാ കൊല്ലവും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന് ഈ ഫാൻസുകൾ നിലനിർത്താൻ വേണ്ടി പണം മുടക്കുന്നുണ്ടോ? ഞാൻ അതാ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവരുടെ ഈ പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ വെൽഫെയർ ആക്ടിവിറ്റീസിന്റെ കംപ്ലീറ്റ് ഫണ്ടിങ്, അതിന്റെ ഒരു വലിയ ഭാഗം ഞാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂത്രപ്പണിയാണോ ഞാൻ അസോസിയേഷൻ നിൽക്കാൻ വേണ്ടിയുള്ള സൂത്രപ്പണിയാണോ? അത് ഉത്തരം മുഴുവൻ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആറ്റിങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ഓണത്തിന് 300 കുട്ടികൾക്ക് യൂണിഫോമും അവരുടെ അടുത്ത വർഷത്തെ പുസ്തകങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ആറ്റിങ്ങലുള്ള യൂണിറ്റ് അവർ ഓടിയിടന്ന് സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങിച്ച് ഇത്ര രൂപ അവർ പിരിച്ചെടുത്തു. അവരെന്നെ 2 ദിവസം മുമ്പ് കണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത്ര രൂപ നമ്മൾ പിരിച്ചിട്ടുണ്ട്, നമുക്ക് ഇത് നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ഇനിയും ഇത്ര രൂപയുടെയും കൂടി ആവശ്യമുണ്ടെന്ന്. ആ പൈസ ഞാൻ കൊടുത്തു.
ഇത് ഞാൻ കൊടുക്കാൻ കാര്യം ഒരു കണക്കിന് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്വാർത്ഥനാകുകയാണ്. ഞാൻ അവരെ കൊണ്ട് പണി മുഴുവൻ എടുപ്പിച്ചിട്ട് ഞാൻ വെറുതെ പണം മാത്രം മുടക്കി ഉള്ള പുണ്യം മുഴുവൻ എനിക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു കണക്കിന് ഞാൻ വലിയ സ്വാർത്ഥനാണ്. പക്ഷെ എനിക്കെന്താ വെച്ചാൽ അവരിലൂടെ ഇങ്ങനൊരു മിഷണറി നടന്നു പോകുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം തിയേറ്ററിൽ വന്ന് നിന്ന് ബഹളം ഉണ്ടാക്കുന്നൊക്കെ ഓക്കെ, അവിടെ എൻ്റെ ഇടപെടൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ശൂന്യമാണ്. എൻ്റെ ഇടപെടൽ ഇവിടെയൊക്കെയാണ്. ഞാൻ ഇത്തരം പ്രവർത്തികൾ ഏത് ജില്ലയിൽ നിന്ന് ഏത് പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ്റെ ഏത് അംഗം വന്ന് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും. അതുകൊണ്ട് അവരെ അങ്ങ് അടച്ചു തീർത്ത് ഗുണ്ടകൾ എന്നൊക്കെ പറയാൻ വരട്ടെ, അവർ ചെയ്യുന്ന കുറച്ച് ഗുണങ്ങളൊക്കെ പൃഥ്വി. ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ഇപ്പം പൃഥ്വിയുടെ പ്രശസ്തി വളരെ കൂടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കല്ലേറ് ലഭിച്ച ഒരാളാണ് മല്ലിക സുകുമാരൻ, പൃഥ്വിയുടെ അമ്മ. അതായത് ഇപ്പം നടൻ വിനീത് ശ്രീനിവാസൻ മലയാള സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹം പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ മുന്നേ എടുത്തു, ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്വന്തം ഇഷ്ടത്തിൽ വരികയാണ്, അവൻ ചിലപ്പോൾ പാടും സംവിധാനം ചെയ്യും, അതൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അദ്ദേഹം പ്രിക്കോഷൻ എടുത്തിരുന്നു. മല്ലിക ചേച്ചി പ്രിക്കോഷൻ എടുക്കാത്തതെന്നറിയില്ല. ഇപ്പം ഇങ്ങനെ ഇവർ 1-2 പേര് പറഞ്ഞു, സഹൃദയന്മാർ പറഞ്ഞു, അതായത് പൃഥ്വിയുടെ പടം ഇറങ്ങുമ്പോൾ തിയേറ്റർ നിറച്ച് പൈസ ചെലവാക്കി ആളെ കയറ്റിയിരുത്തുക, കൈയടിപ്പിക്കുക മല്ലിക സുകുമാരൻ, എന്നിട്ട് ഫാൻസിനെ സംഘടിപ്പിക്കുക, സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിച്ച് ആളെ കൂട്ടുക, അങ്ങനെ പൃഥ്വിരാജിനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുക. ഈ ഒരു തീവ്രയത്ന പരിപാടിയിലാണ് മല്ലിക സുകുമാരൻ. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മല്ലിക സുകുമാരൻ പണിതിട്ട ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന വാടകയും അവർ സുഹൃത്തുക്കളുടെ സീരിയലുകളിൽ അഭിനയിച്ച് കിട്ടുന്ന ശമ്പളവും കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടേതായ റെസ്പെക്റ്റബിലിറ്റിയിൽ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കാമെന്ന് അങ്ങോട്ട് ഓഫർ ചെയ്താൽ പോലും അത് നിരസിക്കുന്ന വ്യക്തിത്വമുള്ളൊരു സ്ത്രീയാണ്. അമ്മ അടുത്ത കാലത്ത് അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി എഴുതി വെച്ച വീട് അമ്മ കൊടുത്തിട്ടൊരു പുതിയ വീട് പണിതപ്പോൾ ആ വീട് ഞാൻ പണിത് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അമ്മയുടെ ഇൻഡിവിജ്വാലിറ്റി അങ്ങനെ സഹായം വേണ്ട. അതെ, അമ്മയുടെ ഇൻഡിവിജ്വാലിറ്റി ആണ്. പിന്നെ വളരെ സേഫ് ആണ്. അച്ഛൻ്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് അമ്മയുടെ ലൈഫ് സ്റ്റൈൽ ഒട്ടും തന്നെ ഇനിയും താഴേക്ക് കൊണ്ടുവരാതെ കംഫർട്ടബിൾ ആയിട്ട് മരണം വരെ ജീവിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സേഫാണ്. അമ്മയ്ക്ക് ഞാൻ അടുത്ത ഏത് സിനിമയാണ്, ഇപ്പോൾ ഓഫ്കോഴ്സ് ഇപ്പോൾ ഉറുമി ആയതുകൊണ്ട് അറിയാം ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ അടുത്ത ഏത് സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതിൽ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. പലപ്പോഴും അമ്മ എന്നെ വിളിക്കും, നീ എവിടെയാണ്? ഞാൻ എറണാകുളത്ത്. എന്താ? ഞാൻ ഇന്ന പടം തുടങ്ങി. അത് തുടങ്ങിയോ എന്നൊക്കെ അങ്ങനെ പോകുന്നൊരു, ഇപ്പോൾ വെറുതെ എന്നെ കുറ്റം പറഞ്ഞോളൂ, ഞാൻ കുഴപ്പമാണ് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞോളൂ. വെറുതെ ഒരു എന്താ പറയുക, മക്കൾ വളർന്നു വന്ന് മക്കളുടെ ഉത്തരവാദിത്തമൊക്കെ ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം റെസ്പോൺസിബിലിറ്റി എല്ലാം ഒഴിച്ചു വെച്ച് സമാധാനമായിട്ടൊരു ലൈഫ് നയിക്കുന്ന ഒരു സ്ത്രീയെ ഇതിനകത്ത് വലിച്ചഴിച്ച് നമ്മൾ മലയാളികൾ കുറച്ചുകൂടെയൊക്കെ മര്യാദ കാണിക്കണം. മര്യാദ അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ്, അത് പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം. അമ്മയുടെ ഒരു വൈഫ് അങ്ങനെ കരുതി, അതായത് ഇപ്പം അമ്മ തീരുമാനിക്കുന്നു എൻ്റെ മകന് കുറച്ച് ആളെ കൂട്ടി കൊടുക്കണം, ആ കലാപരിപാടിയിൽ വൈഫ് ഉണ്ടോ അമ്മയ്ക്ക്? അമ്മയ്ക്കത് എങ്ങനെ സാധിക്കുന്നതാണ്? ആളെ കൂട്ടി കൊടുക്കാൻ അമ്മ എന്താ ജയിലെഴുതുകയോ? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ തിയേറ്ററിനകത്ത് ആൾക്കാരെ ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് തരുന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ പൈസ ചെലവില്ലേ? മല്ലിക സുകുമാരൻ എവിടുന്നാണ് ഈ പൈസ? എൻ്റെ കയ്യിൽ പൈസയുണ്ട്. ഞാൻ സിനിമയിൽ നല്ല കാശ് വാങ്ങിക്കുന്ന നടനാണ്. എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട്. മല്ലിക സുകുമാരൻ്റെ പൈസ നിങ്ങൾ അങ്ങനെ അവകാശപ്പെടരുത്. അമ്മയുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ മാത്രമാണ് അമ്മയുടെ പൈസ ഉള്ളത്. പിന്നെ അത് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് ഒരു നല്ല വീട്, നല്ല കാറ്, അമ്മയുടെ കാര്യങ്ങൾ നല്ല സൗകര്യമായി നടക്കുന്നു. അതിനുള്ള പൈസ അച്ഛൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, തിയേറ്ററിൽ ആളെ കയറ്റുക, അങ്ങനെ ഒരു വലിയ ഒരു പ്രസ്ഥാനമൊന്നും അല്ല മല്ലിക സുകുമാരൻ. ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്, അത്രേ ഉള്ളൂ. പൃഥ്വി മല്ലിക ചേച്ചി ഓർക്കുമ്പോഴേ പൃഥ്വി അമ്മയുടെ മകനാണോ അതോ പൃഥ്വി മകന്റെ അമ്മയാണോ ചേച്ചി? അമ്മയുടെ മകൻ തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനം തോന്നുന്നത്, എൻ്റെ അച്ഛൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ സഡൻ ആയിരുന്നു. നമ്മൾ പലപ്പോഴും ഒരാൾ വയ്യാതെ കിടന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ കാലയളവ് ഒരു രോഗബാധിതനായതിനു ശേഷം മരിക്കുന്നതിന് മുമ്പ് തന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആ കുടുംബാംഗങ്ങൾ സബ് കോൺഷ്യസ് ആയിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കും. നമുക്ക് ഇന്ന ആളെ നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തിപ്പോകും അറിയാതെ. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവുമില്ലാതിരുന്നൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം നമ്മളെ വിട്ടു പിരിയായിരുന്നു. അപ്പോൾ അത് ശരിക്കും തകർന്നു പോകുന്നൊരവസ്ഥയാണ്. നമ്മൾ ഇന്ന് അച്ഛനുണ്ട്, നാളെ അച്ഛനില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. താര ലെവലിൽ നിൽക്കുന്ന ആള്. അതെ, അവിടുന്ന് 23 വർഷം ഒരു വീട്ടമ്മ മാത്രമായി നിന്നിരുന്ന ഒരു സ്ത്രീ 2 മക്കളുടെയും ചുമതല ഏറ്റെടുത്തു. അന്ന് എൻ്റെ ചേട്ടൻ 12ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു, ഞാൻ 10ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. വളരെ നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുന്ന 2 മക്കളുടെയും ചുമതല ഏറ്റെടുത്ത് നമ്മളെ വളർത്തി, നല്ല രീതിയിൽ വളർത്തി ഇതുവരെ എത്തിക്കാൻ ആ സ്ത്രീക്ക് സാധിച്ചു എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ അതിരില്ലാത്ത ശക്തിയുടെ ഫലം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ മല്ലിക സുകുമാരൻ 100% ഒരു വലിയ വിജയമാണ്. അത്
ഞാൻ ഒരുപാട് അമ്മമാരെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ട അമ്മമാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള അമ്മയാണ് പൃഥ്വിരാജ്. സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപക്ഷെ പൃഥ്വിരാജിൻ്റെ സംസാര രീതി ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്കിഷ്ടമാണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു കപട വിനയത്തിൻ്റെ വഴി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് ഇപ്പോൾ ഏറ്റവും അവസാനം മണിരത്നത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഐശ്വര്യ റായ് എന്നോടൊപ്പം അഭിനയിച്ചു എന്ന് പൃഥ്വി പറഞ്ഞാൽ അത് പൃഥ്വിയുടെ അഹങ്കാരമായിട്ടേ പറയൂ ആളുകൾ. ഞാൻ ഐശ്വര്യ റായിയുടെ ഒപ്പം അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് അത്. ഇത് രണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഐശ്വര്യ റായും ഞാനും മണിരത്നത്തിന്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആരോടൊപ്പം അഭിനയിച്ചു, അത്തരം ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഭയങ്കരമായ ഒരു കപട അറിവ് ഒരു വലിയൊരു നമ്മുടെ സമൂഹത്തിൽ ആ പ്രശ്നമുണ്ട്. നമ്മൾ ഭയങ്കര മഗ്നാനിമസ് ആണെന്നും ഭയങ്കര ബ്രോഡ് മൈൻഡഡ് സൊസൈറ്റി ആണെന്നും ഒക്കെ നമ്മൾ മലയാളികൾ അവകാശപ്പെടും. എന്നിട്ട് ഇത്തരം ബാലിശമായ കാര്യങ്ങളിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ ചെയ്തു, ഇത് രണ്ടിലൊന്നേ നമുക്ക് പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ സമ്മതിക്കുക നമ്മൾ അല്പന്മാരാണെന്ന്, അതല്ലെങ്കിൽ നമ്മൾ അല്പന്മാരല്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുക. ഞാൻ എന്നെപ്പറ്റി തന്നെ സംസാരിക്കാം. ഒരു 27 വയസ്സുകാരനായ ഞാൻ എന്നെപ്പറ്റി സംസാരിക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ ഞാനൊരു പയ്യനല്ലേ, അവൻ എന്തെങ്കിലും കുഴപ്പം കാണിക്കുമായിരിക്കും. പക്ഷേ അവനെ നമ്മൾ അവൻ്റെ സിനിമകൾ, അവൻ കഷ്ടപ്പെടുന്നു, അവൻ്റെ ഹാർഡ് വർക്ക്, അവൻ്റെ വോളിയം ഓഫ് വർക്ക്, അവൻ ഒന്നുമില്ലെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ കേരളത്തിലെ ഇത്രയും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു ഫീൽഡിൽ നിന്ന് തെന്നിന്ത്യയിൽ ഒരു വലിയ ഫിലിം മേക്കർ അയാളെ സെലക്ട് ചെയ്തൊരു സിനിമയിലിട്ടു. അപ്പോൾ കുറച്ചൊക്കെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊക്കെ എന്നെ ഓർത്ത് നിങ്ങൾക്കൊക്കെ അഭിമാനിച്ചാൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അതായത് ഹിന്ദിയിൽ വന്ന ആ വില്ലൻ റോളിനേക്കാളും വളരെ നന്നായി പൃഥ്വിയുടെ അഭിനയം എന്ന് പലരും പറയുണ്ടായി. അതെനിക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ്, വിക്രത്തിന് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. അത് കാര്യം എന്ന് വെച്ചാൽ തമിഴ് സിനിമ എഴുതിയത് മണിരത്നമാണ്. ഹിന്ദി മണിരത്നം എഴുതിയ സിനിമ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മളൊരു ആ ഫിലിം മേക്കർ എഴുതിയ ഡയലോഗുകൾ, ആ ഫിലിം മേക്കർ തന്നെ എഴുതിയ സീനിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ആക്ടർ വെൽ പ്ലേസ്ഡ്, ഒരു ആത്മാവുണ്ടാവും. അതെ. അപ്പോൾ അത് ആ കാര്യത്തിൽ വിക്രത്തിന് ഇല്ലാത്ത ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരും രാവണനായിട്ട് അഭിഷേകിനേക്കാൾ വിക്രം നന്നായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടത്. അത് എനിക്കും വിക്രത്തിനും അഭിഷേകിനില്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ആ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു അൺഫെയർ കമ്പാരിസൺ ആണ്. മമ്മൂക്കയോ ലാലേട്ടനോ ഇന്ന് വരെ എൻ്റെ ഒരു സിനിമയും കണ്ടിട്ട് നന്നായിരിക്കും എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. ലാലേട്ടനും മമ്മൂക്കയും അവരുടെ വാർദ്ധക്യം ഷോ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ എത്ര പ്രേക്ഷകർ അവരുടെ ഗ്രേറ്റ്നെസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും? നമ്മുടെ മലയാളിയുടെ സ്വഭാവം വെച്ച് അയ്യേ എന്ന് പറയായിരിക്കും കൂടുതൽ ആൾക്കാർ.